സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയമായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഒരു മാസം സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയി നൽകുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിലെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. US മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഒരു വലിയ ബുള്ളിഷ് ആയിട്ടോ ബെയറിഷ് ആയിട്ടല്ല, ഒരു സൈഡ് വേസ് ആയി പോയി അവസാനിക്കുകയാണ് ചെയ്തത്. US മാർക്കറ്റ് ഓവറോൾ സെന്റിമെന്റ്സ് ബുള്ളിഷ് ആണ്. യൂറോപ്യൻ മാർക്കറ്റ് കറന്റ് നല്ല ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ സെന്റിമെന്റ്സ് ബുള്ളിഷ് ആണ്, ഇൻട്രാഡേയിലും അത് ബുള്ളിഷ് ആണ്. ഇനി ഏഷ്യ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 36 പോയിന്റ് റെഡിൽ 21,060 ട്രേഡിംഗ് നടക്കുന്നത്. ജക്കാർത്ത കമ്പോസിറ്റ്, ഷങ്കായ് കമ്പോസിറ്റ് ഈ രണ്ട് ഇൻഡെക്സുകൾ മാത്രമാണ് റെഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ്. ഓവറോൾ സെന്റിമെന്റ്സ് ഒരു സൈഡ് വൈസ് എന്ന് പറയാം. ഇനി കമ്മോഡിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ $72.69 ഉണ്ടായത് $71.41 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ $2024 ഉണ്ടായത് കുറഞ്ഞിട്ട് $2020.64 വന്നിട്ടുണ്ട്. ഇനി USD INR ഇത് നോക്കുകയാണെങ്കിൽ USD INR എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ 83 രൂപ 38 പൈസയായിരുന്നു ഒരു $1 വിലയെങ്കിൽ ഇന്ന് അത് 83 രൂപ 32 പൈസയായി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,836 കോടിയുടെ ബൈങ്ങും 11,916 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. മൊത്തത്തിൽ 79 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 12,323 കോടിയുടെ ബൈങ്ങും 10,951 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 1,372 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു 1:30 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫോളോ വന്നിരുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ നാട്ടുകാർ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പണം പമ്പ് ചെയ്തു. അങ്ങനെ ഇറങ്ങി വന്ന മാർക്കറ്റിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതാണ് ഇപ്പോൾ കാണുന്ന ഈ ഡാറ്റ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 1,292 കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തെ ഡാറ്റയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ്ലി നെറ്റ് ബയേഴ്സ് തന്നെയാണ്. ഇനി ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,806 കോടിയുടെ ബൈങ് ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,218 കോടിയുടെ ബൈങ് ആണ്. മൊത്തത്തിൽ 15,024 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഈ മാസം ഇതുവരെ നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 2.11% ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. നിഫ്റ്റി മീഡിയ, IT, FMCG, PSU ബാങ്ക്, മെറ്റൽ ഇത്രയും സെക്ടറുകൾ ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ, ഫിൻ സർവീസസ്, നിഫ്റ്റി റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക്, ഫാർമ, നിഫ്റ്റി ബാങ്ക് ഇത്രയും സെക്ടറുകൾ ചെറിയ രീതിയിൽ നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ITBs 1.75% ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ന് രേഖപ്പെടുത്തി. ITBs, നിഫ്റ്റി ബീസ്, ഓട്ടോ ബീസ് ഈ 3 സെക്ടറുകൾ ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചത്. ഫാർമ ബീസ്, ഗോൾഡ് ബീസ്, ബാങ്ക് ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാം. വിപ്രോ ഇന്ന് 3.94% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ സമയത്ത് അദാനി എന്റർപ്രൈസസ് ഇന്നലെയൊക്കെ നല്ല രീതിയിൽ കയറി വന്നതായിരുന്നു. പക്ഷേ അദാനി എന്റർപ്രൈസസ് ഇന്ന് 2.24% ഹയസ്റ്റ് ലോസ് ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഞാൻ ഈ പറയുന്ന സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ ക്വാളിറ്റി സ്റ്റോക്കുകളാണ് ഉണ്ടാവുക. F&O സ്റ്റോക്കുകളും അതുപോലെ ഇൻഡെക്സുകളിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളാണ് ഉണ്ടാവുക. ചിലപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത സ്റ്റോക്കുകൾ ഇതിനേക്കാൾ വലിയ രീതിയിൽ മൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ടാവും. F&O അതേപോലെ ഇൻഡെക്സിൽ ഉള്ള പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിപ്രോ, വേദാന്ത ലിമിറ്റഡ്, ITC, IEX, REC ലിമിറ്റഡ്, LT, TCS, ടാറ്റ മോട്ടോഴ്സ്, എംഫസിസ്, ചോല ഫിനാൻസ്, വോൾട്ടാസ്, നെസ്ലെ ഇന്ത്യ ഇത്രയും കമ്പനികൾ ഇന്ന് ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ അദാനി എന്റർപ്രൈസസ്, ഏഷ്യർ മോട്ടോഴ്സ്, AU ബാങ്ക്, സിപ്ല, NTPC, ICICI, ആക്സിസ് ബാങ്ക്, അൾട്രാടെക് സിമെന്റ്, HDFC, AMC, ICICI ബാങ്ക്, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ബജാജ് ഓട്ടോ ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. NSEയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,078 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,054 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 1.18 ആയിട്ട് അല്ലെങ്കിൽ ബുള്ളിഷ് മോഡിൽ തന്നെ തുടരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ PCR നോക്കുകയാണ് 1.3 ഉണ്ടായിരുന്നത് 3.9 ആയി 3.6 ആയി ഇന്ന് 1.18
സ്റ്റോഗ്നേറ്റ് ആയി, അതായത് ആ കേർവ് വളഞ്ഞു വരുന്ന അല്ലെങ്കിൽ PCR വാല്യൂ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കാരണം മാർക്കറ്റ് അതിൻ്റെ പീക്കിലാണുള്ളത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. 20,938 സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 103 പോയിന്റ് മുകളിലായിട്ട് 21,040 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് ഇതുവരെയുള്ള 5 ദിവസം കഴിഞ്ഞ് 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ മുകളിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഇപ്പോൾ മുകളിൽ തന്നെയാണുള്ളത്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ PCR ഇന്ന് 0.86 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ക്ലിയർലി ഒരു ബുൾ മൂവ്, ഒരു ബെയറിഷ് മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. 1.14 ആയിരുന്നു ഇന്നലത്തെ PCR വാല്യൂ, ഇന്നത് കുറഞ്ഞിട്ടുണ്ട്. ഇനി സ്പോട്ട് പ്രൈസ് 46,835 ക്ലോസ് ചെയ്തപ്പോൾ അവിടെ നിന്ന് 68 പോയിന്റ് മാത്രം മുകളിലായിട്ട് 46,902 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 121 പോയിന്റ് ആയിരുന്നു, മിനിഞ്ഞാത് 270 പോയിന്റ് ആയിരുന്നു, അതിന്റെ തലേന്ന് 246 പോയിന്റിന്റെ ഗ്യാപ്പ് ഫ്യൂച്ചറും സ്പോട്ടും തമ്മിൽ ഉണ്ടായിരുന്നു. ഇന്ന് അത് 68 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഫ്യൂച്ചർ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലത്തേതിനേക്കാളും താഴെയായിട്ടാണ് ഇന്ന് ട്രേഡിംഗ് നടക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവായ ഒരു സിഗ്നൽ തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് ഇപ്പോൾ ഒരു 21,000 ഇതുവരെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അത് തന്നെയായിരുന്നു. 21,000 കിടക്കില്ല. 21,000 ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ മാർക്കറ്റിൽ റിജക്ഷൻ വന്നിട്ട് ഫോളോ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 21,000 കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്നു. 1,55,00,000 കോൾ ഓപ്ഷൻ ആണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 7,16,00,000 കോളും 5,53,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR വരുന്നത് 0.8 ആണ്. 20,937 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡാറ്റ ഒഴിവാക്കി നിർത്തിയാണ്, അടുത്ത ആഴ്ചത്തെ ഡാറ്റ മാത്രമാണ് ഞാൻ പറയുന്നത്. അവിടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 47,000 19 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. സപ്പോർട്ട് ലൈനിൽ എവിടെയും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. മൊത്തത്തിൽ 53 ലക്ഷം കോളും 43 ലക്ഷം പുട്ടുമാണ്. PCR വരുന്നത് 0.8 ആണ്. 46,834 മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നാളത്തേക്കുള്ള മേജർ ഈവൻസ്, ഇപ്പോൾ റിസൾട്ടുകളും കാര്യങ്ങളൊന്നും തന്നെ ഈ ആഴ്ച ഇല്ല. അതുപോലെ കോർപ്പറേറ്റ് ആക്ഷൻസ് കാര്യമായിട്ടൊന്നുമില്ല. പെന്നി സ്റ്റോക്കുകളുടെ സ്പ്ലിറ്റും ഡിവിഡൻഡ് ബോണസൊക്കെയാണ് ഉള്ളത്. സോ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഈവൻസിലേക്ക് പോകാം. നാളെ വരാനുള്ള മേജർ ഈവൻസ് നോക്കുകയാണെങ്കിൽ ചൈന ട്രേഡ് ബാലൻസ്, then UK Halifax house price index, German industrial production, UK mortgage rate, Euro group meetings, EU GDP, US initial jobless claims, US Fed's ബാലൻസ് ഷീറ്റ്. US ഫെഡ്സ് ബാലൻസ് ഷീറ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഈവൻ്റ് ആയിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. സോ ട്രേഡേഴ്സ് വളരെയധികം എന്താ പറയുക നിരീക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് അത്. ഇനി ഞങ്ങളുടെ ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 12,511 രൂപയുടെ പ്രോഫിറ്റാണ് ഉണ്ടായത്. അതായത് 2.09% പ്രോഫിറ്റ്, 6 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് 21 ട്രേഡിൽ നിന്നും 1:1.92 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഞങ്ങൾ ഈ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 4.9% ലോസ് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത് 3 ട്രേഡിൽ നിന്നും. വളരെ മോശം അവസ്ഥയിലൂടെയാണ് നിഫ്റ്റിയിലെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 850 അതായത് 0.85% ഒരു ലോ പ്രോഫിറ്റ് ആണ് ബുക്ക് ചെയ്തത്. അതായത് 2 ട്രേഡിൽ ഒരെണ്ണം സ്റ്റോപ്പ് അടിച്ച് ഒന്ന് പ്രോഫിറ്റ് ആയി, അത്രേ ഉള്ളൂ. നിഫ്റ്റിയിൽ ഇന്ന് 1.84% പ്രോഫിറ്റ് ലോസ് ആണ് ഉണ്ടായത്. മിഡ് ക്യാപ്പിൽ 0.5% പ്രോഫിറ്റ്, അതായത് കാര്യമായ പ്രോഫിറ്റ് ഒന്നിലും വന്നിട്ടില്ല. അതായത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ 17.3% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതല്ലാതെ ഇൻഡെക്സ് ഓപ്ഷൻസിൽ ഒത്തിരി മോശം അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ മാസത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 19.6% പ്രോഫിറ്റ് 102 ട്രേഡിൽ നിന്നും 1:3.5 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലൂടെ ഞങ്ങൾ നേടിയിട്ടുണ്ട്. 1,18,000 രൂപയുടെ പ്രോഫിറ്റാണ് ഇതുവരെ നേടിയത്. ഇന്ന് 6-ാം തീയതി ആയതേ ഉള്ളൂ. നിഫ്റ്റിയിൽ 2.3% പ്രോഫിറ്റാണ് ഈ മാസം വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 24.8%, ഫിൻ നിഫ്റ്റിയിൽ 3.7%, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 10.7%, സെൻസെക്സിൽ 19%, ദെൻ സ്റ്റോക്ക് ഓപ്ഷനിൽ 56% പ്രോഫിറ്റ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഇന്ത്യ വിക്സ് 12ന്റെ മുകളിലോട്ട് കയറിയപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഗ്രൂപ്പിൽ പെർഫോമൻസ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. കാരണം ഇത് ഒരാഴ്ച ഫുള്ളായിട്ട് നമ്മൾ ഗ്രീനിൽ വന്നു, അടുത്ത ആഴ്ചയിലും ഗ്രീനിൽ വന്നു. ഇപ്പോൾ ഈ ആഴ്ചയിലെ 2 ദിവസവും, അതായത് ബാക്ക് ടു ബാക്ക് 3ാമത്തെ ആഴ്ചയാണ് ലോസ് ഇല്ലാതെ പ്രോഫിറ്റിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസത്തെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള പ്രോഫിറ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ 25,000, ഇവിടെ 13,000, 2,000 അത് മിനിമം ആണ്, 16,000, 22,000, 16, again 34,000, ഇവിടെ 50,000, ഇന്നലെ 21,000, ഇന്നിപ്പോൾ 12,000. അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും 4, 8, 10 ട്രേഡിംഗ് ഡേയ്സിൽ ലോസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്.
റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ റാസ് ലെവൽസ് കൃത്യമായി നമുക്ക് സിഗ്നൽസ് എല്ലാം ഇന്നലെ പ്രതീക്ഷിച്ചത് പോലെ മാർക്കറ്റിൽ ഫോളിന് വേണ്ടി തയ്യാറായിരുന്നു. ഒരു കറക്റ്റായിട്ടുള്ള ഒരു റേഞ്ച് ബൗണ്ടിൽ മാർക്കറ്റ് പോയി. റേഞ്ചിൻ്റെ ഒരു മണിക്ക് മുമ്പായിട്ട് തന്നെ, അതായത് ഫോള് 135 ഫോള് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ സമയത്ത് തന്നെ മാർക്കറ്റിൽ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി എന്നുള്ളതും സത്യമാണ്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് പിന്നീട് ഇവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇടപെടുകയും അല്ലെങ്കിൽ അവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ആ സമയത്തേക്ക് ഇവിടെ വന്നിട്ട് മാർക്കറ്റിൽ നല്ലൊരു സപ്പോർട്ട് വന്നിട്ട് തിരിച്ച് കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാർക്കറ്റിനെ പൊക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇന്ന് നമ്മളൊക്കെയും പ്രതീക്ഷിച്ചതുപോലെ ഈ ഒരു ഫോള് നേരെ പോകേണ്ടതായിരുന്നു. എന്തായാലും ആ ഒരു കറക്ഷൻസിലേക്ക് മാർക്കറ്റ് പോയില്ല. അപ്പോൾ ഇന്നത്തെ റേഞ്ച് ബ്രേക്ക് ഔട്ടിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നു. ബട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല. ഉടനെ തന്നെ അവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പണം പമ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു മൂവ്മെൻറ്റിൽ നല്ല രീതിയിൽ മാർക്കറ്റ് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. സോ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്തേക്കാണ് ഇതിൽ സപ്പോർട്ട് നല്ല രീതിയിൽ വന്നിട്ടുള്ളത്. സോ ഇവിടെ മറ്റെന്തോ പ്ലാനുകൾ വർക്കൗട്ട് ആകുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഇനി എങ്ങോട്ടാണ് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നതെന്ന്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇന്നലെ ഘോരഘോരം പ്രസംഗിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു ഹയർ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ആയി, എന്നിട്ട് താഴോട്ട് വന്നു, പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ് സംഭവിക്കേണ്ടത്? ഇതാ ഈ ഒരു റേഞ്ചിൽ നിന്നും മാർക്കറ്റ് പൊട്ടി താഴോട്ടാണ് പോകേണ്ടത്. പക്ഷെ ഇന്നത് സംഭവിച്ചിട്ടില്ല. ഇവിടെ മാർക്കറ്റ് വന്നു, ഏകദേശം ഇതാവുന്ന കൺസോൾട്ടേറ്റ് ചെയ്തപ്പോൾ പിന്നെ മാർക്കറ്റിനെ താഴോട്ട് പോകാൻ ഫർദർ ഫോളിന് അനുവദിക്കാതെ അവിടെ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാർക്കറ്റിനെ പൊക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന രീതിയിൽ ഞാൻ സംശയിക്കുകയാണ്. അതേപോലെ ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വന്ന അതേ രീതിയിലുള്ള മൂവ്മെന്റ് വന്നു, പക്ഷേ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അവിടെ അവസാനിച്ചു. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ നിന്ന് ഒരു പീക്കിൽ ഓപ്പൺ ആയിട്ട് അതിലും കൃത്യമായ സിഗ്നലുകൾ ഫോളിൻ്റെ എല്ലാ സിഗ്നലും നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള സിഗ്നൽ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് വീണില്ല. പിന്നെ പ്രിഡിക്ഷൻസിൽ പറയുന്നതിന് ഒരുപാട് വിമർശിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിഡിക്ഷൻ അതിന് ആ ഒരു സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ. നാളെ മാർക്കറ്റ് മുകളിലോട്ടാകും എന്ന് പറഞ്ഞാൽ പോലും ഒരു മോശമായ വാർത്ത വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞു വീഴും. അതേപോലെ നമ്മൾ ടെക്നിക്കലി ഏത് രീതിയിൽ പോകും എന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ കളിക്കുന്നവരുടെ അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാർക്കറ്റിനെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിച്ചാൽ അവരതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സോ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കൃത്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ZSCPRന്ന് മാർക്കറ്റ് തിരിച്ച് സപ്പോർട്ട് എടുത്തു. അതായത് ഏകദേശം 135 യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ആ സമയത്തേക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ ബൈയിങ് വരികയും മാർക്കറ്റ് പൊങ്ങി പോവുകയും ചെയ്തു. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൻ്റെ ചാർട്ട് കണ്ടില്ല. ഇവിടെ എനിക്ക് സെൻസെക്സിനെയാണ് കൂടുതലായിട്ട് സംശയമുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സിന് ഒരു കൃത്യമായ ടാർഗറ്റിലേക്ക് അത് എത്തിയിട്ടില്ല. അതുകൊണ്ട് സെൻസെക്സിന് 70,000 എന്ന ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ചിറക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലാൻ ചെയ്യുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കൃത്യമായിട്ടും ഇന്ന് ഈ ഒരു ലെവലിന് മാർക്കറ്റിന് ഇന്ന് നിഫ്റ്റി പൊങ്ങിയിട്ടില്ല. നിഫ്റ്റി സൈഡ് വൈസ് പോയതേ ഉള്ളൂ. പക്ഷേ സെൻസെക്സ് നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കൃത്യമായിട്ട് അറിയാം സെൻസെക്സ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സെൻസെക്സിൽ ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മുകളിലോട്ട് തള്ളിവിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് പീക്കിൽ പോയിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ബുൾ റൺ അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ നിന്ന് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ വരും എന്നാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റിനെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിൽ ഒരു അൺസർട്ടിനിറ്റി അല്ലെങ്കിൽ മുകളിലോട്ട് പോകണോ താഴോട്ട് പോകണോ എന്ന കാര്യത്തിൽ തീരുമാനമില്ലാതെ ഇവിടെ സൈഡ് വൈസ് പോയിട്ട് തീർത്തു. അതിന് എന്താ പറയുക, അതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സെൻസെക്സിൽ അത് 70,000 എന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റി കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്നുകിൽ ബോട്ടം സൈഡിൽ ഒരു ക്യാൻഡിൽ വരും, അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വരും എന്ന് ആ പ്രഡിക്ഷൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീണ്ടും കേൾക്കാൻ സാധിക്കും. അപ്പോൾ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നു. പക്ഷേ ഇവിടെയും ഒരു ചെറിയൊരു ട്രാപ്പ് ഉണ്ട്. അതായത് ബെയറിഷ് എൻഗൾഫിംഗ് ആ പാറ്റേൺ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് വിക്കെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ
ഇറ്റ്സ് ഓക്കെ, അതിൽ വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നാളെ മാർക്കറ്റ് ഫർദർ താഴോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒന്നിൽ സൈഡ് വൈസ് അല്ലെങ്കിൽ ഇതേ രീതിയിൽ താഴോട്ടായിരിക്കും മാർക്കറ്റ് ഇനി ഇറങ്ങി വരിക. ഒരുപാട് താഴോട്ട് പോകും എന്നതല്ല. നിഫ്റ്റി ബെയറിഷ് ആയാൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ താഴോട്ട് പോകാതെ വരും. ഒന്നിൽ സൈഡ് വൈസ് പോകും, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെറിയ കുഞ്ഞൻ ക്യാൻഡിലുകളായിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ മറ്റൊന്നും അതിനകത്ത് നോക്കാനില്ല നമുക്ക്. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പില് പീക്കിൽ പോയിട്ട് ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. കാരണം ഇതിൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ആൾക്കാർ കൺഫ്യൂസ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മിഡ് ക്യാപ്പിന് ഒരു ടാർഗറ്റ് 10,189 വരെ അത് പോകണം. പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബാക്കിയുള്ള ഇൻഡെക്സുകളെല്ലാം നമ്മൾ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈവൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലേ. നിഫ്റ്റിയിൽ ഇവിടെ മുകളിലോട്ട് 20,826 എന്നാണ് നമ്മുടെ ടാർഗറ്റ്. അത് 20,995 വരെയെങ്കിലും പോകാൻ സാധ്യത. 21,000 മുൻപ് റിജക്ഷൻ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി കണ്ടില്ലേ, അതിൻ്റെ നമ്മുടെ ലെവലിൻ്റെ മുകളിൽ പോയി ഫിൻ നിഫ്റ്റി പോയിട്ടുണ്ട്. ഇനി മിഡ് ക്യാപ്പ് ഇതുവരെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. സോ ഇവിടെ ഇപ്പോൾ ഒരു അൺസർട്ടൻ മറ്റു മാർക്കറ്റുകളിൽ മറ്റ് ഇൻഡെക്സുകളിൽ ഉണ്ടാവുന്ന ആ ഒരു കുലുക്കം ഇവിടെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നേരെ ഒരു ലെവലോടി കയറിയിട്ട് 10,181 ടച്ച് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ, സെൻസെക്സ് ആണ് നമ്മൾ പറഞ്ഞു വന്ന ഒരു സംഭവം. സെൻസെക്സിൽ 70,000 എന്ന ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിനെ മുകളിലോട്ട് തള്ളുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 70,000 എന്ന ഈ ഒരു ലെവൽ വരെയും മാർക്കറ്റിനെ പൊക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ വരെ നാളത്തോടുകൂടി ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നീട് വലിച്ച് താഴെ ഇടാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സെൻസെക്സിൽ ഗ്രീൻ ക്യാൻഡിലാണ്, പക്ഷേ നിഫ്റ്റിയിൽ റെഡ് ക്യാൻഡിലാണ്. സോ സെൻസെക്സ് 70,000 ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ 69,999 ടച്ച് ചെയ്തിട്ട് നേരെ തിരിച്ചിറങ്ങി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു സാധ്യതയുള്ളത് മാർക്കറ്റ് ഫർദർ അപ്രാലിക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, ഒരു സൈഡ് വേസ് മാർക്കറ്റ് 2-3 ക്യാൻഡിൽസ് സൈഡ് വേസ് വരും. പിന്നീട് ഇവിടുന്ന് ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് സൂപ്പറായിട്ട് കയറിപ്പോകും. എന്തായാലും നോക്കാം നമുക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാർക്കറ്റിൻ്റെ മുകളിലോട്ടുള്ള റാലി പ്രാവശ്യത്തിൽ കഴിഞ്ഞു. നോർമലി ഡിസംബർ മാസത്തിൽ December 20 വരെയൊക്കെയാണ് ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് വലിച്ചൊട്ടിച്ച് താഴെ ഇറക്കിയിട്ട് January 1st വീക്ക് കഴിയുമ്പോൾ പതുക്കെ അത് മുകളിലോട്ട് ഉയർന്നു വരാൻ തുടങ്ങും. അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. ഈ വർഷം എങ്ങനെയാണ് ചിലപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ട്രൈറ്റ് അപ്വേർഡ്സ് പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും എൻ്റെ പ്രതീക്ഷയിൽ മാർക്കറ്റിൻ്റെ അപ്പ് മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഇനി ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ആണ് വരേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും കാണിച്ചിട്ടുണ്ട്. അതേപോലെ മിഡ് ക്യാപ്പിലും കാണിച്ചിട്ടുണ്ട്. മിഡ് ക്യാപ്പ് എന്തായാലും താഴോട്ട് പെട്ടെന്ന് വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സ് ഈ ഇൻഡെക്സുകളെല്ലാം ഇറങ്ങി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ എക്സ്പയറി ഡേയിലെ ട്രേഡുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ CPR ഒരല്പം നാരോ ആയിട്ടാണ് ഉള്ളത്. 10 പോയിന്റിൻ്റെ ഗ്യാപ്പ് മാത്രമാണ് CPRലുള്ളത്. സോ ഒരു നല്ല മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട്. ദെൻ മാർക്കറ്റിൽ താഴോട്ട് മൂവ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു പ്രതീക്ഷ നാളത്തെ ട്രേഡ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നാളെ 21,000 എന്ന ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇതാ ഇവിടെ ഈ R1 മാർക്കറ്റ് ഓപ്പൺ ആവും. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് ഒരു ഡൗൺവേർഡ്സ് മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എവിടെ വരെ പോകുമെന്ന് പറഞ്ഞാൽ മന്ത്ലി പിവട്ട് ലെവലുണ്ട് 20,826. അവിടെ വരെ തിരിച്ചിറങ്ങും. ഒരു 200 പോയിന്റ് താഴോട്ട് ഇറങ്ങി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 21,000 ടച്ച് ചെയ്ത് 21,005 എന്നത് ഒരു റാസ് ലെവലാണ്. അവിടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട്, ഇനി ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് 21,000 കാണിച്ചിട്ട് പിന്നെ സ്ട്രൈറ്റ് ഇന്ന് മാർക്കറ്റിനെ വീഴാതെ നാളത്തെ നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് താഴെ കൊണ്ടുവിടാനായിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ സെൻസെക്സ് 70,000 ടച്ച് ചെയ്തതിന് ശേഷം താഴോട്ട് കൊണ്ടുവരിക എന്നതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളത്തെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 21,000 ടച്ച് ചെയ്യുന്ന മൊമെൻറ്റിൽ മാർക്കറ്റിൽ ഒരു റിജക്ഷൻ വന്ന് താഴോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഇനി പീക്ക് ലെവലിൽ പോയാൽ 21,086 വരെ ഈ മഞ്ഞ വര വരെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വളരെ റെയർ ആണ് എങ്കിലും.
അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മാക്സിമം പോയേക്കാം. 21,100 എത്താൻ സാധ്യതയില്ല. അതിന് മുമ്പേ തന്നെ ഒരു ഫോളോ വന്നിട്ട് ഒന്നിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ താഴോട്ട് ഇറങ്ങി വരും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോയിട്ട് അതുപോലെ ഇറങ്ങി വരും. ഈ രണ്ട് സംഭവങ്ങളായാലും നിഫ്റ്റി അതിൻ്റെ 21,000 എന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തും. അതോടുകൂടി പിന്നീട് ഒരു പുൾ ബാക്കിനുള്ള സമയമാണ്. പുൾ ബാക്ക് നാളെ ഇപ്പം വലിയ രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 738-ൻ്റെയും 826-ൻ്റെയും ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും നാളത്തെ എക്സ്പയറി വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കാം. എന്തായാലും ഇന്നലത്തെ വീഡിയോ 5/12 ഡിസംബർ 5-ാം തീയതിത്തെ വീഡിയോ ഇവിടെ 2735 പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. 7900 സബ്സ്ക്രൈബേഴ്സാണ് ഈ ചാനലിനുള്ളത്. അപ്പോൾ 45 കമൻറ്റുകൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഗ്ലോബൽ ഇവൻറ്റ്സ് 28.48 ടൈമിലുള്ള റിസൾട്ട് വന്നതിന് ശേഷം അതുകൂടി ഉൾപ്പെടുത്തുക. ഇന്ത്യൻ മാർക്കറ്റിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി പറഞ്ഞാൽ നന്നായിരിക്കും. ഗ്ലോബൽ ഇവൻറ്റ്സിൻ്റെ ഫൈനൽ റിസൾട്ട് നോർമലി അത് എവിടെയും നമുക്ക് കിട്ടാറില്ല. ഗ്ലോബൽ ഇവൻറ്റ്സ് അതായത് US മാർക്കറ്റിൻ്റെ US ഫെഡ് റിപ്പോർട്ട് അതിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ കാര്യങ്ങൾ കിട്ടാറുണ്ട്. മറ്റുള്ളതൊക്കെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മാത്രമേ ആ ഡാറ്റ ലഭിക്കുള്ളൂ. പരമാവധി ഞാൻ അതിന് ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ, ആ റിസൾട്ടുകൾ നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ആയിരിക്കും ഒരു പരിധിവരെ ഉപകാരപ്പെടുക എന്ന് തോന്നുന്നു. എന്തായി കഴിഞ്ഞാലും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഉൾപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഇത് പറഞ്ഞിരിക്കുന്ന വർഗീസ് ഈറ്റു പുറത്ത്. ദെൻ ഷാജി ജോസഫ്, നല്ല എൻട്രി കിട്ടിയിട്ടും പലപ്പോഴും അത് വലിയ പ്രോഫിറ്റിൽ എത്തിക്കാൻ പറ്റുന്നില്ല, ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ് ആകുന്നു. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് പോകാൻ ഇമോഷൻ സമ്മതിക്കുന്നില്ല. ഇതിനൊരു പോംവഴി പറയുമോ ഇക്ക? ചാനൽ സൂപ്പർ ആകുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഇമോഷണൽ പ്രോബ്ലംസിന് ഇമോഷണലായിട്ട് തന്നെ നമ്മളൊരു പരിഹാരം കാണണം. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു എൻട്രിയിൽ 100 രൂപയിൽ എൻട്രി എടുത്തിട്ട് 80 രൂപയിൽ സ്റ്റോപ്പ് ലോസും അതേപോലെ ഒരു ഓർഡർ ഒരു GTT ആയിട്ട് സരോദയിലൊക്കെ GTT ഉണ്ട്, ഒരു 125 രൂപയിൽ ഒരു ലിമിറ്റ് ഓർഡർ ആയിട്ട് ഒരു എക്സിറ്റ് ഓർഡർ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ടെർമിനൽ അടച്ചിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ 2-1 നിങ്ങൾക്ക് കിട്ടും. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ പ്രോബ്ലംസ് ഒരു പരിധി വരെ നിങ്ങൾക്ക്, അതായത് ഈ പ്രോഫിറ്റ് ടാർഗറ്റ് എത്താൻ പറ്റും എന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് വന്നു കിട്ടും. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാം. അത് കൂടാതെ ഇമോഷണൽ പ്രോബ്ലംസ് വരുന്നത് നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് ലോസുകൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലോസ് വന്നവർക്കുള്ള ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ലോസ് കണ്ടാലും വീണ്ടും ബുക്ക് ചെയ്യില്ല. ലോസ് ഇങ്ങനെ അതിപ്പോൾ തിരിച്ചു കയറി എനിക്ക് ലോസ് സഹിക്കാൻ പറ്റില്ല, എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന ഉള്ളിലുള്ള ഒരു ചിന്ത അവരെ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവുന്ന, അല്ലെങ്കിൽ ചെറിയ ലോസ് ബുക്ക് ചെയ്യുന്നതിൽ നിന്നും അവരെ പുറകോട്ട് വലിക്കും. അതുവഴി അവർ വലിയ ലോസിലേക്ക് വീണ്ടും പോകും. ഈ ഒരു പ്രശ്നത്തിന് നിർബന്ധമായിട്ടും നിങ്ങൾ കൃത്യമായ റിസ്ക് റിവാർഡ് എന്നത് അത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ലോസ് കണ്ടു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യുക. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒരു നിശ്ചിത ഗ്യാപ്പിൽ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയി വെച്ചിട്ട് ആ പ്രോഫിറ്റിനെ സേവ് ചെയ്യുക. ഇതെന്താണ്, ഞാൻ ബിച്ചു നിഫ്റ്റിയിൽ FNO സ്റ്റാർട്ട് ചെയ്തു. താങ്ക്സ്. ഞാൻ പിന്നെ അപ്സ്റ്റോക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ അവൈലബിൾ ടു ട്രേഡ് മൈനസ് കാണിക്കുന്നു, ബട്ട് മോർണിംഗിലെല്ലാം ഓക്കെ ആണ്. എന്താണ് അങ്ങനെ കാണിക്കുന്നത്? അത് നോർമലി നമ്മൾ ഉപയോഗിച്ച ഫണ്ട് എന്താണ് ഓപ്ഷൻസിൻ്റെ പ്രീമിയം, അവിടെ ഓപ്ഷൻ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും സൈഡിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ഫണ്ട് കട്ടായിട്ട് പിറ്റേന്ന് രാവിലത്തേക്ക് അത് ക്ലിയർ ആവും. നോർമലി എല്ലാ ഇതിലും അങ്ങനെയാണ്. പക്ഷേ സരോദയിലൊക്കെ നമ്മൾ ട്രേഡ് എക്സിറ്റ് ആയാലും അപ്പോൾ തന്നെ അടുത്ത ട്രേഡ് എടുക്കാനുള്ള ഫണ്ട് അവിടെ കാണിക്കാറുണ്ട്. അപ്പോൾ പോസിറ്റീവിലേക്ക് വരാറുണ്ട്. ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ നോക്കാം. എന്തായാലും രാജേഷ് TV, തുടക്കക്കാർക്ക് ഓപ്ഷൻ ബൈങ് ചെയ്യാൻ പറ്റുന്ന ഇൻഡൈസസ് അങ്ങയുടെ അഭിപ്രായത്തിൽ എൻ്റെ ഓക്കെ ഏതാണ്? കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ ചാനലിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകും. കാരണം ഇതിലെ വീഡിയോ കണ്ടു തുടങ്ങിയാൽ അത് കഴിയുന്നത് വരെ ആ വീഡിയോ നമ്മളെ പിടിച്ചിരുത്തി കളയും. അത്രയ്ക്കും നല്ല അവതരണമാണ്, അതുപോലെ ഉപകാരപ്രദവും. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഈ നല്ല വാക്കുകൾക്ക് തീർച്ചയായിട്ടും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. അപ്പോൾ ചോദ്യത്തിനുള്ള മറുപടി, തുടക്കക്കാർക്ക് ഓപ്ഷൻ ബൈങ് ചെയ്യാൻ പറ്റുന്ന ഇൻഡൈസസ് അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതാണ്? ഞാൻ പറയും സെൻസെക്സിൽ ഓപ്ഷൻ ബൈ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും കുറേയും കൂടെ നല്ലത്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സെൻസെക്സിൽ ഹെവി മൂവ്മെൻറ്റ്, അതായത് ഒരു 800-1000 പോയിൻ്റൊക്കെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയൊരു സംഭവം എന്നല്ല, സാധാരണ സംഭവിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ഈ 800-1000 പോയിൻ്റ്. അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ ആ മൂവ്മെൻറ്റിനെ ക്യാപ്ചർ ചെയ്യാനും എങ്ങനെയൊക്കെ പോകും, എങ്ങോട്ട് പോകുന്നു. നിഫ്റ്റിയുടെ ഒരു ഡിറ്റോ ആയിട്ട് തന്നെയാണ് സെൻസെക്സ് പോകുന്നത്. നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഹെവി വെയ്റ്റഡ് ആണ്, എന്നാൽ സെൻസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്ന്, അതിൻ്റെ
ക്വാണ്ടിറ്റിയാണ്, 10 എണ്ണമാണ്. ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 10 എണ്ണമാണ്. അപ്പോൾ ഒരു എക്സ്പയറി ഡേയിൽ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ പ്രൈസുള്ള പ്രീമിയം ഉള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2000 രൂപ ഉണ്ടായാലും നിങ്ങൾക്ക് അത് ചെയ്യാം. അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നല്ല, പഠിക്കാൻ വേണ്ടി ഓപ്ഷൻ തുടക്കത്തിൽ ചെയ്ത് ഇതെന്താണ് സംഭവം, എങ്ങനെ പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെൻസെക്സിൽ, അത് സരോദയിലും കുറച്ച് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ഇത് കിട്ടുള്ളൂ. BSE ഓപ്ഷൻസ് എനേബിൾ ചെയ്യണം. അത് ഈ ചാനലിൽ തന്നെ ന്യൂസ് ഹൈലൈറ്റ്സ് എന്നോ അങ്ങനെ പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലൊരു വീഡിയോയിൽ ആഴ്ചയിൽ 4 എക്സ്പയറി ദിനങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് BSE ഓപ്ഷൻസ് എനേബിൾ ചെയ്യുന്നത് സരോദയിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രീതിയിൽ സെൻസെക്സിൽ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം പ്രോഫിറ്റും കിട്ടും. എന്നാൽ വലിയ അടി കിട്ടുകയില്ല, വലിയ പ്രോഫിറ്റും ഉണ്ടാവില്ല, വലിയ ഇതുണ്ടാവില്ല. വലിയ മൂവ്മെൻറ്റ് നമുക്ക് കണ്ടിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ബിജു ജോസഫ് ഇൻട്രോ സൂപ്പർ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നുണ്ട് കേട്ടോ, ഇൻട്രോ സൂപ്പർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ അത് മറന്നുപോയി, കാരണം ഇന്നലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇന്ന് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. അജേഷ് കുമാർ പി, താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ആൽഫ ബീറ്റ നോക്കിയെടുക്കുന്ന ബീറ്റ കുറവായുള്ള സ്റ്റോക്കുകളാണ് നല്ലത്. യൂസർ YH എന്തൊക്കെ ആയിട്ടുള്ള ഒരു പേരാണ് ഇവിടെ. ആൽഫ ബീറ്റ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് സ്റ്റോക്കുകളിലേക്ക് പോകുമ്പോൾ ഫണ്ടമെൻ്റൽ ഡാറ്റയാണ് കൂടുതലും നോക്കുക. നല്ല സ്റ്റോക്കാണ്, നല്ല തറവാട്ട് പറഞ്ഞ സ്റ്റോക്കാണെങ്കിൽ പിന്നെ ടെക്നിക്കൽ ഡാറ്റയിലേക്ക് വരും. ടെക്നിക്കൽ ഡാറ്റയിൽ ഏറ്റവും ആദ്യം നോക്കുന്നത് മാർക്കറ്റ് ക്യാപ്പാണ്. മാർക്കറ്റ് ക്യാപ്പ് 1000 കോടിയുടെ മുകളിലോട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം പിന്നെ അതിനകത്ത് ലോൺ ഉണ്ടോ, കടങ്ങളുണ്ടോ കമ്പനിക്ക്. ഫിനാൻഷ്യൽ ഡാറ്റയിൽ ഓരോ 3 മാസത്തിൽ അവർ ലാഭത്തിൽ തന്നെയാണോ, ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്നത് തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. ഓരോ 3 മാസത്തെയും ഡാറ്റയിൽ ബിസിനസ് ലാഭത്തിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഇപ്പോൾ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്, ഒരു ഡിപ്പിലാണോ അല്ലെങ്കിൽ അതിൻ്റെ പീക്കിലാണോ, 52 വീക്സ് ഒക്കെ ഹൈയിലാണോ നിൽക്കുന്നതല്ല. ഡിപ്പിലാണെങ്കിൽ ആ സമയത്ത് ഏകദേശം എല്ലാ രീതിയിലുള്ള എൻട്രി സെറ്റപ്പ് ഉണ്ട്. അതനുസരിച്ച് എൻട്രി സെറ്റപ്പിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ എൻട്രി എടുക്കും. അല്ലാതെ ഈ ആൽഫ ബീറ്റ നിങ്ങൾ ചോദിക്കുന്നത് ചിലപ്പം ഇതൊക്കെ ആയിരിക്കാം. എന്തായാലും ആ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവങ്ങൾ ഞാൻ നോക്കാറില്ല. എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ആൽഫ ബീറ്റ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ദെൻ മുഹമ്മദ് ഖാവിൽ, താങ്കളുടെ വീഡിയോ സ്ഥിരമായി കാണാറുണ്ടോ? നിങ്ങൾ വളരെയധികം റിസ്ക് എടുത്താണ് വീഡിയോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ റാസ് ലെവൽസ് കൃത്യമാകുന്നുണ്ട്, പക്ഷേ വീഡിയോയിൽ പറയുന്ന അഭിപ്രായങ്ങളൊന്നും നടക്കാറില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗ്യാപ്പ് ഫില്ലിങ് ഇന്നും അത് പറഞ്ഞിട്ടുണ്ട്. ചിലരെങ്കിലും ഇത് കേട്ടാൽ ട്രാപ്പിൽ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പരമാവധി കുറയ്ക്കുക. അതായത് അദ്ദേഹം മുഹമ്മദ് ഖാവിൽ, താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ മുഖവിലേക്ക് തന്നെ എടുക്കുന്നു. ഇവിടെ ഞാൻ പറയുമ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് ഇല്ല. ഞാൻ പല രീതിയിലാണ് അത് പറയാറുള്ളത്, പല വാക്കുകളിലൂടെ. പലപ്പോഴും ഞാൻ പറയാം എൻ്റെ കയ്യിലുള്ള ഇതിൻ്റെ സ്റ്റിയറിംഗ് ചിലപ്പോൾ മാർക്കറ്റിൻ്റെ വഴിക്ക് പോകും. ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒരിക്കലും ഇതിൻ്റെ അത് അങ്ങോട്ട് തന്നെ പോകും എന്ന് അന്ധമായി വിശ്വസിച്ച് നിൽക്കരുത് എന്നൊക്കെ പല രീതിയിൽ ഞാൻ അതായത് ഉറപ്പില്ലാത്ത ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ ഒരു പ്രിഡിക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ മുൻകൂട്ടി ഞാൻ ഈ കാര്യം ഒന്നുകിൽ തമാശ രൂപേണെങ്കിലും പറഞ്ഞ് അതിനകത്ത് ഉൾക്കൊള്ളിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ ആ ഉണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പാക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ ഒരു പ്രിഡിക്ഷൻ, നാളെ മാർക്കറ്റ് ഇങ്ങനെ പോകും എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുന്നത്. മാർക്കറ്റ് ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകും എന്ന് തന്നെ കരുതരുത്. ഞാൻ പറഞ്ഞ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ട്രേഡിങ്ങിൽ ഉപയോഗിച്ചുള്ളൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രീതിയിലും ട്രാപ്പിൽ പെടാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി സെറ്റപ്പോ കാര്യങ്ങളോ അല്ല ഞാനിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. രണ്ടാമത്തത് ഞാൻ പറയുന്നത് മാർക്കറ്റ് അങ്ങനെ വന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇന്നത്തെ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ ഇന്ന് എൻ്റെ വ്യൂവിൽ മാർക്കറ്റ് ബെയറിഷ് മൂവ്മെൻറ്റ് വരേണ്ടതാണ്. ആ രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, എല്ലാം ആ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മണിയൊക്കെ കഴിയുമ്പോഴത്തേനും മാർക്കറ്റിൽ ഏതോ രീതിയിൽ മാർക്കറ്റ് വലിഞ്ഞ് മുകളിലോട്ട് കയറി പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അതോടുകൂടി ഞാൻ എൻ്റെ അപ്പ് ചെയ്തത്, എനിക്കിന്ന് ലോസിലാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ലോസിലാണ് എൻ്റെ അപ്പ് ചെയ്തത്. ഒന്നും ചെയ്യാനില്ല, കാരണം പ്രതീക്ഷിച്ച രീതിയിലല്ല മാർക്കറ്റ് പോയത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വേദവാക്യം ഞാൻ പറയുന്നത് വേദവാക്യമാണ് എന്ന് കരുതി അതുപോലെ മാർക്കറ്റ് പോകും എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. മാർക്കറ്റിൽ കുറേ ഡാറ്റ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു, അത് നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉപയോഗപ്പെടുന്നുമെങ്കിൽ മാത്രം ഉപയോഗപ്പെടുക, അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞേക്കുക. പിന്നെ പ്രിഡിക്ഷൻസിന് 50-50 ചാൻസസ് ആണുള്ളത്. ടെക്നിക്കലി എത്ര ആക്യുറേറ്റ് ആയിട്ട് ആര് പറഞ്ഞാലും നെക്സ്റ്റ് ഡേയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിപ്പോവും. സോ ഇന്നലെ ഇപ്പം ഞാൻ പറഞ്ഞത് അത് പ്രത്യേകം ഞാൻ എടുത്തു പറയാണ്, ഇന്ന് മാർക്കറ്റ് ഒരു ബെയർ ട്രെൻഡ് അല്ലെങ്കിൽ റിവേഴ്സലിനുള്ള
സാധ്യത 99% ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞതും. പക്ഷേ ഇന്ന് മാർക്കറ്റ് അവിടെ തന്നെ ഒരു കൺസോൾട്ടേഷനിൽ ഒരു ഹൈയിൽ പോയിട്ട് ഓപ്പണായി അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് നിഫ്റ്റി. അപ്പോൾ എന്താ അതിന് ചെയ്യുക? ഇന്നിപ്പോൾ മാർക്കറ്റ് താഴോട്ട് വന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞത് അതിൻ്റെ സിഗ്നൽസ്, അത് നമ്മൾക്ക് തന്ന സിഗ്നൽസ് വെച്ചാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിന് താഴോട്ട് ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെക്നിക്കൽസിനൊന്നും അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല എന്ന് തന്നെ പറയാം. വിജയകുമാർ തെറ്റിക്കാട്ടിൽ, താങ്ക് യു വെരി മച്ച്. ഉണ്ണികൃഷ്ണൻ മുരിങ്ങേടത്ത്, ഇൻട്രാഡേ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ വീഡിയോ ഇറക്കാതിരിക്കൂ ടു ചൂസ് പൊസിഷണൽ. ബ്രദർ, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എന്താണ് കുഴപ്പമുള്ളത്? ഇദ്ദേഹത്തിന് ചിലപ്പോൾ ലോസ് വന്നതോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ ഇത് പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്നത് പോലെയുള്ള സംഭവമായിരിക്കും. ഇൻട്രാഡേ ട്രേഡിങ്ങിന് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷെ അറിയാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ നല്ല രീതിയിൽ കാശും പോകുന്നുണ്ടാവും. കുറച്ചൊന്ന് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, അതുപോലെ നമ്മളുടെ ലാഭത്തോടുള്ള ആർത്തി കുറച്ചിട്ട് 1% 2% പ്രോഫിറ്റിലേക്ക് ആ ദിവസം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വിജയിക്കുക തന്നെ ചെയ്യും. സജിത് തമ്പുരു, താങ്ക് യു വെരി മച്ച്. മുഹമ്മദ്, സ്മോൾ ക്യാപ് സീനാണ്. സ്മോൾ ക്യാപ് സീനാണ് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളായിരിക്കും. 1000 കോടിയുടെ മുകളിൽ മാർക്കറ്റ് ക്യാപ്പിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ അതിൽ കുറഞ്ഞ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 2% മുതൽ 5% വരെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ കൂടുതൽ പെന്നി സ്റ്റോക്കുകളൊന്നും തന്നെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. യൂസർ, സർ റാസ് ലെവൽസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ. ഇവിടെ ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാം എന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 11ാമത്തെ ചാപ്റ്ററിൽ റാസ് ലെവൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു വെരി മച്ച്. അനുഗ്രഹ ലൂയിസ്, സൂപ്പർ കാണുന്നുണ്ട് വീഡിയോ, താങ്ക് യു വെരി മച്ച് ബ്രദർ, റിയലി താങ്ക് യു വെരി മച്ച്. ജിതിൻ ജെയിൻ, താങ്ക് യു. ആൻഡ് യൂസഫ് കാവിൽ, താങ്ക് യു വെരി മച്ച്. മുത്തു യമാമ, കട്ട വെയിറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ പേര് ഞാൻ വായിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം മുത്തുയാ മാമ അങ്ങനെ തന്നെയാണ് എനിക്ക് എഴുതിയതായിട്ട് വായിക്കാൻ പറ്റുന്നത്. വെയിറ്റിംഗ് ആയിരുന്നു, താങ്ക് യു വെരി മച്ച്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കാര്യമാണ്. അജേഷ് കുമാർ, താങ്ക് യു വെരി മച്ച്. തിങ്കർ പ്രോ, താങ്ക് യു. കേട്ടിരിക്കാം കഥകൾ, താങ്ക് യു വെരി മച്ച്. പ്രിയ ജോർജ്, താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും ഒരുപാട് മെസ്സേജസും കമൻസും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു. ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.